മകളെ, ജെറുസലേം വചനകൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി ഇതാ ലോകത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിരുന്ന് വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും ആയിരക്കണക്കിന് മക്കൾ ഇതാ അണിചേർന്ന് കഴിഞ്ഞു. മാതാവിന് ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത പുഷ്പങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇതാ നിന്റെ ഭവനത്തിൽ ഒരു ആത്മീയ സുഗന്ധം നിനക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടോ? മാതാവിൻ്റെ ജന്മത്തിരുന്നാളിനോടനുബന്ധിച്ച് ഒരു വലിയ ആത്മീയ സുഗന്ധം നിന്റെ വീട്ടിലേക്ക് ഇതാ കൊടുങ്കാറ്റ് പോലെ കടന്നു വരുന്നുണ്ട്. വചനം ഓർമ്മപ്പെടുത്തുന്നു. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 16-ാം വാക്യം. നിങ്ങൾ സർപ്പങ്ങളെപ്പോലെ വിവേകികളും പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരുമായിരിക്കുവിൻ. മകളെ, മാതാവിന് പ്രിയപ്പെട്ട 7ാമത്തെ ആത്മീയ സുഹൃതമാണ്, ആത്മീയ പുഷ്പമാണ് വിവേകം. വിവേകത്തിൻ്റെ സുഗന്ധക്കാറ്റ് നീ താമസിക്കുന്ന ഭവനത്തിൻ്റെ ഓരോ മുറികളിലും ഇപ്പോൾ പരന്നൊഴുകുന്നുണ്ട്. എന്താണ് വിവേകമെന്ന് പറഞ്ഞാൽ? നന്മ തിന്മകളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന സുഹൃതമാണ് വിവേകം. ഏതു സാഹചര്യത്തിലും ബുദ്ധിപൂർവം പെരുമാറാൻ സഹായിക്കുന്ന പുണ്യമാണ് വിവേകം. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, വേണ്ടത് വേണ്ട സമയത്ത് വേണ്ടതുപോലെ പ്രവർത്തിക്കാനുള്ള കൃപയാണ് വിവേകം. മാതാവ് വിവേകത്തിൻ്റെ വിവേകമതിയാണ് എന്ന് ലുത്തിനിയയിൽ നാം വായിക്കുന്നു. കുഞ്ഞുങ്ങളും യുവജനങ്ങളും പ്രത്യേകം മാതാവിനോട് പ്രാർത്ഥിച്ചാൽ വിവേകത്തിൻ്റെ സുഗന്ധം, വിവേകത്തിൻ്റെ അനുഗ്രഹം നമ്മിലും വന്ന് നിറയും. വിവേകമില്ലാതെ ഭക്ഷണം കഴിക്കുക, കൂട്ടുകൂടുക, വിശ്രമിക്കുക, മീഡിയയിൽ പ്രവർത്തിക്കുക, ഇതുമൂലം എത്ര വലിയ ദുരന്തത്തിലാണ് മാനവകുലം പെട്ടിരിക്കുന്നത്. ഇന്ന് നീ ഏത് ജീവിത അവസ്ഥയിലാണെങ്കിലും ഉള്ള വ്യക്തിയാണെങ്കിലും വിവേകമില്ല എങ്കിൽ കാശിന് വിലയില്ല കേട്ടോ. ഇതാ ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയട്ടെ. വിവേകത്തോടെ സംസാരിക്കാൻ, വിവേകത്തോടെ പെരുമാറാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ വന്ന് നിറയണം. വചനം ഹൃദയത്തോട് ചേർത്ത് വെച്ച് വിവേകപൂർവം ചിന്തിക്കാനും തീരുമാനമെടുക്കുവാനും മാതാവിൻ്റെ തിരുമുമ്പിൽ കൂപ്പുകരങ്ങളോടെ നമുക്ക് നിൽക്കാം. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി നാം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ മാതാവിൻ്റെ ഈ ആത്മീയ സുഹൃത പുഷ്പം സർവ്വമക്കൾക്ക് എത്തിക്കുവാൻ ഒരു ഉപകരണമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിമളവും നാം എല്ലാവരോടും, ഇത് ശ്രവിക്കുന്നവരോടും ഇതിൻ്റെ സുഗന്ധം അനുഭവിക്കുന്നതോടും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.